Okay. Third module, database design theory and normalization. അതിനകത്ത് മെയിൻലി വരുന്ന സംഭവങ്ങൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്, നോർമലൈസേഷൻ ഡിഫറെന്റ് ഫോംസ്, ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് നോർമൽ ഫോം. പിന്നെ അടുത്ത സെക്ഷനാണ് ട്രാൻസാക്ഷൻ മാനേജ്മെന്റ്. പിന്നെ തേർഡ് സെക്ഷൻ കൺകറൻസി കൺട്രോൾ. അപ്പൊ 3 പാർട്ടായിട്ടുള്ള സംഭവമാണ് നമ്മൾ തേർഡ് മോഡ്യൂളിൽ വരുന്നത്. അപ്പൊ ബേസിക്കലി അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡാറ്റാബേസ് ഡിസൈനിങ് ആണ്. ഡാറ്റാബേസ് ഡിസൈനിങ്ങും അതിന്റെ നോർമലൈസേഷനും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡാറ്റാബേസ് ഡിസൈനിന്റെ തിയറി, പിന്നെ അതിന്റെ നോർമലൈസേഷൻസ്, അതാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഗുഡ് ഡാറ്റാബേസ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം, അതിന്റെ ഗൈഡ് ലൈൻസ് ആണ് ഫസ്റ്റ് പോർഷൻ. ഓക്കെ, ഇതിനകത്ത് വരുന്നത് ഇൻഫോർമൽ ഡിസൈൻ ഗൈഡ് ലൈൻസ് ഫോർ റിലേഷൻ സ്കീമ. അപ്പൊ അതായത് നമുക്കൊരു ഡാറ്റാബേസ് നമുക്ക് ഡിസൈൻ ചെയ്യണം. നമ്മളിപ്പം ഇതുവരെ കണ്ടത് ഒരു കമ്പനി ഡാറ്റാബേസ് ആണ്. കമ്പനി ഡാറ്റാബേസിൽ നമുക്കറിയാം കുറേ റിലേഷൻസ് ഉണ്ട്. എംപ്ലോയി റിലേഷൻസ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് റിലേഷൻസ് ഉണ്ട്, പ്രൊജക്ട്, അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ്, അങ്ങനെ കുറച്ച് റിലേഷൻസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമുക്കൊരു റിക്വയർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഡാറ്റാസ് റിക്വയർമെന്റ്സ് കളക്ട് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെ റിലേഷൻസ് ആണ് വേണ്ടത്, ഓരോ റിലേഷൻസിലും എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് വേണ്ടത്, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ കുറെ ആട്രിബ്യൂട്ട്സിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ റിലേഷൻ ആക്കി വെച്ച് ആ ഒരു മെത്തേഡല്ല നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് ഒരു റിലേഷനിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സിനെ കമ്പൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് വേറെ ടേബിൾസ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, അതെല്ലാം നമ്മൾ പ്രോപ്പർലി നമ്മളൊരു ഗൈഡ് ലൈൻ വെച്ചിട്ട് ഡിസൈൻ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഗുഡ് റിലേഷൻ സ്കീമ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 ഇൻഫോർമൽ ഡിസൈൻ ഗൈഡ് ലൈൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് മെഷേഴ്സ് ടു ഡിറ്റർമിൻ ദ ക്വാളിറ്റി ഓഫ് റിലേഷൻ സ്കീമ ഡിസൈൻ. അതായത് ഒരു നല്ലൊരു റിലേഷൻ സ്കീമ ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ട 4 ഇൻഫോർമൽ ഗൈഡ് ലൈൻസ്. അപ്പൊ അതാണ് ഫസ്റ്റ് വൺ, മേക്കിംഗ് ഷുവർ ദാറ്റ് ദ സെമാൻറ്റിക്സ് ഓഫ് ദ ആട്രിബ്യൂട്ട് ഈസ് ക്ലിയർ ഇൻ ദ സ്കീമ. അതാണ് ഫസ്റ്റ് ഗൈഡ് ലൈൻ. അപ്പൊ എങ്ങനെയാണ് സെമാൻറ്റിക്സ് ക്ലിയർ ആക്കുന്നത്, അത് നമ്മൾ വിത്ത് എക്സാമ്പിൾ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. സെക്കൻഡ് ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ റിഡ്യൂസിങ് ദ റിഡൻഡന്റ് ഇൻഫർമേഷൻ ഇൻ ടപ്പിൾസ്. തേർഡ് വൺ, റിഡ്യൂസിങ് ദ നൾ വാല്യൂസ് ഇൻ ടപ്പിൾസ്. ഫോർത്ത് വൺ, ഡിസ്അലോവിങ് ദ പോസിബിലിറ്റി ഓഫ് ജനറേറ്റിംഗ് സ്പ്യൂരിയസ് ടപ്പിൾസ്. ഈ 4 ഡിസൈൻ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു ഗുഡ് റിലേഷൻ സ്കീമ അല്ലെങ്കിൽ ഗുഡ് ഡാറ്റാബേസ് ഡിസൈൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഫസ്റ്റ് ഗൈഡ് ലൈൻ നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. ഫസ്റ്റ് വൺ, മേക്കിംഗ് ഷുവർ ദാറ്റ് ദ സെമാൻറ്റിക്സ് ഓഫ് ദ ആട്രിബ്യൂട്ട് ഈസ് ക്ലിയർ ഇൻ ദ സ്കീമ. അതെന്താണ് ഞാൻ പറയാൻ പോണത്. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു റിലേഷൻ സ്കീമ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് ആ ഒരു റിലേഷനിന് വേണ്ടിയിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോ ഒരു കമ്പനി ഡാറ്റാബേസിൽ എംപ്ലോയി റിലേഷൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയി ടേബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ കമ്പനിയിലുള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസിനെയാണ് നമ്മളവിടെ ഗ്രൂപ്പ് ചെയ്യാൻ പോണത്. എംപ്ലോയിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ആ ഓരോ എംപ്ലോയീസിന്റെയും എംപ്ലോയി ID, അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അവരുടെ അഡ്രസ്, ഫോൺ നമ്പർ, അവർ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനത്തെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ആ ഒരു എംപ്ലോയി ടേബിളിൽ കീപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സിമിലർലി ഡിപ്പാർട്ട്മെന്റ് ടേബിൾ എടുത്താൽ ആ കമ്പനിയിലെ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിന്റെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്താണ്, ആ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും മാനേജർ ആരാണ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം എന്താണ്, അതാണ് ആ ടേബിളിന്റെ മീനിങ്. അപ്പൊ നമ്മൾ വെറുതെ ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു റിലേഷൻക്ക് ചവറ് പോലെ കുറെ ആട്രിബ്യൂട്ട്സ് അവിടെ നിന്നും ഗ്രൂപ്പ് ചെയ്ത് ഒരു റിലേഷൻ ആക്കി കഴിഞ്ഞാൽ അതിനൊരു കറക്റ്റ് മീനിങ് അല്ലെങ്കിൽ അതിന് പ്രോപ്പർലി നമുക്ക് ഒരു ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന ഒരു മീനിങ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡാറ്റാബേസിലുള്ള ഓരോ റിലേഷനും ഒരു കറക്റ്റ് മീനിങ് ഉണ്ടാകും. ഇപ്പോൾ എംപ്ലോയി ടേബിൾ എടുത്താൽ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ് ആ ടേബിളിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ടേബിൾ എടുത്താൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കീപ്പ് ചെയ്യണത്. അപ്പൊ ആ ഓരോ റിലേഷനിലെയും ഓരോ ടപ്പിൾ എടുത്താലും നമുക്ക്
ഒരു ഫുൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കണം. അതാണ് സെമാൻറ്റിക്സ് കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഗൈഡ് ലൈൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനി ഡാറ്റാബേസ് സ്കീമയാണ്. കമ്പനി ഡാറ്റാബേസ് സ്കീമയിൽ നമ്മൾ എംപ്ലോയി ടേബിൾ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻസ് ഉണ്ട്, പ്രൊജക്ട് ഉണ്ട്, അങ്ങനെ കുറെ ടേബിൾസ് ഉണ്ട്. അപ്പോൾ ഓരോ ടേബിളിനും ഓരോരോ മീനിങ്. എംപ്ലോയി ടേബിളിൽ എംപ്ലോയി ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്നു. ആ എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെന്റ് നമ്പറിലാണ് വർക്ക് ചെയ്യണതെന്ന് കാണിക്കുന്നു. അത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് വേറൊരു ടേബിളിലാണ്, ഡിപ്പാർട്ട്മെന്റ് ടേബിളിലാണ്. ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്നത് വേറെ ടേബിളിലാണ്. അപ്പൊ ഓരോ ടേബിളിലും ക്ലിയർലി അതിന്റെ മീനിങ് കറക്റ്റ്ഫുൾ ആക്കുക അല്ലെങ്കിൽ മീനിങ് ഫുൾ ആക്കുന്ന രീതിയിലാണ് നമ്മൾ കമ്പനി ഡാറ്റാബേസ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ടേബിൾ എടുക്കും, ആ ടേബിളിൽ ഓരോ ഫോറിൻ കീ വെച്ചിട്ടുണ്ടാവും. ആ ഫോറിൻ കീ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് എംപ്ലോയി ടേബിളിന്റെ ഓരോ എംപ്ലോയീസും ഏത് ഡിപ്പാർട്ട്മെന്റ് നമ്പറിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് ഏതാന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് ടേബിളിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അല്ലാതെ ചവറ് പോലെ എംപ്ലോയി ഡീറ്റെയിൽസും ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസും ഒരൊറ്റ ടേബിളിലല്ല നമ്മൾ കീപ്പ് ചെയ്തേക്കുന്നത്. അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം അതാണ് ഫസ്റ്റ് ഡിസൈൻ ഗൈഡ് ലൈൻ. നമ്മൾ ആട്രിബ്യൂട്ട്സ് കളക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു റിലേഷൻ ആക്കുമ്പോൾ അതിനൊരു ക്ലിയർ മീനിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി സപ്പോസ് നമ്മളിപ്പോ അങ്ങനെയല്ല, ഈ രീതിയിലാണ് നമ്മൾ ചെയ്തതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇത് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഓഫ് വയലേറ്റിംഗ് ഗൈഡ് ലൈൻ 1. അതായത് ഗൈഡ് ലൈൻ 1 വയലേറ്റ് ചെയ്താൽ വരുന്ന ഒരു പ്രശ്നമാണ് കാണിച്ചേക്കുന്നത്. ഈ ഒരു സ്കീമ നോക്കാം. ഈ ഒരു സ്കീമ എന്ന് പറഞ്ഞാൽ എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു സ്കീമ. അതായത് എംപ്ലോയി ഡീറ്റെയിൽസും ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസും കൂടി ഗ്രൂപ്പ് ചെയ്ത് ഒരൊറ്റ റിലേഷൻ ആക്കി വെച്ചേക്കുവാന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊരു നമ്മുടെ ഡിസൈൻ ഗൈഡ് ലൈൻ 1 വയലേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ഡിസൈൻ ആണ്. കാരണം ഇതിനകത്ത് ഓരോ എംപ്ലോയീസും എംപ്ലോയിയുടെ ഡീറ്റെയിൽസും ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസും നമ്മൾ ഒരൊറ്റ റിലേഷനിൽ കീപ്പ് ചെയ്തേക്കും. സപ്പോസ് നമ്മൾ അതിനകത്തേക്ക് ഡാറ്റ പോപ്പുലേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു രീതിയിൽ വന്നു. നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന പോലെ 3 എംപ്ലോയീസ് ഉണ്ട്. 3 എംപ്ലോയീസിന്റെ SSN-ഉം ബർത്ത്ഡേറ്റും അഡ്രസ്സും ആ ഓരോ എംപ്ലോയീസും ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് വരാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് നമ്പർ 1ന്റെ മാനേജർ 4321 SSN ഉള്ള ഒരാളാണ്. ഓക്കെ, പക്ഷെ വേറൊരു എംപ്ലോയിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. വേറൊരു എംപ്ലോയി സീതാന്നുള്ള എംപ്ലോയിനെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ ആ ഒരു എംപ്ലോയിയും ഡിപ്പാർട്ട്മെന്റ് നമ്പർ 1ലാണ് വർക്ക് ചെയ്യണത്. പക്ഷെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്പർ 1ന്റെ മാനേജറിന്റെ SSN 43211 എന്നുള്ള ഒരു ഡേറ്റയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തതെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഒരു ആംബിഗ്വിറ്റി വന്നു. കാരണം ഡിപ്പാർട്ട്മെന്റ് 1ന്റെ മാനേജർ ഓൾറെഡി ആ ടേബിളിൽ 4321 എന്നുള്ള ആളാണ്. പക്ഷെ വേറൊരു ടപ്പിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ 43211 എന്നുള്ളൊരു വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. കാരണം സെയിം ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആണ്, പക്ഷെ അവിടുത്തെ മാനേജറിന്റെ വാല്യൂ എന്താണ്, മാനേജർ SSN വാല്യൂ ഡിഫറെന്റ് ആയിട്ട് വന്നു. അപ്പം ഈ ഒരു പ്രശ്നം വരും. കാരണം അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് അതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എംപ്ലോയി ഡീറ്റെയിൽസും ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസും നമ്മൾ ഒരൊറ്റ ടേബിളിൽ വെക്കുമ്പോൾ ഇതുപോലത്തെ ആംബിഗ്വിറ്റി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് വയലേറ്റിംഗ് ഡിസൈൻ ഗൈഡ് ലൈൻ 1ന്റെ എക്സാമ്പിൾ. നമുക്ക് ഇതിനകത്ത് പറഞ്ഞു വന്നേക്കുന്നത്, നമ്മൾ എപ്പോഴും ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈസി ടു എക്സ്പ്ലെയിൻ ഇറ്റ്സ് മീനിങ്. അതായത് നമ്മുടെ ഡേറ്റാബേസിലെ ഏത് റിലേഷൻ എടുത്താലും ആ ഓരോ റിലേഷനും ഒരു കറക്റ്റ് മീനിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഡു നോട്ട് കമ്പൈൻ ആട്രിബ്യൂട്ട്സ് ഫ്രം മൾട്ടിപ്പിൾ എൻറ്റിറ്റി ടൈപ്പ് ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ടു എ സിംഗിൾ റിലേഷൻ. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ, എംപ്ലോയിയുടെ ആട്രിബ്യൂട്ട്സും ഡിപ്പാർട്ട്മെന്റിന്റെ ആട്രിബ്യൂട്ട്സും കൂടി കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സിംഗിൾ റിലേഷൻ ആക്കി കഴിഞ്ഞാൽ അവിടെ പല പ്രശ്നങ്ങൾ വരും. ഇതുപോലെ ആംബിഗ്വിറ്റി വരുന്ന കുറച്ച് പ്രശ്നങ്ങളും ഇൻകൺസിസ്റ്റന്റ് ഡേറ്റ ആവാനുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഓരോ എൻറ്റിറ്റീസും ഓരോ റിലേഷനായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഡിസൈൻ ഗൈഡ് ലൈൻ 1. ഓക്കെ, ഇതിനകത്ത് ഇതിന്റെ ഗൈഡ് ലൈൻ 1 ഒന്നും കൂടി പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. Attributes of different entities, employee, department, project should not be mixed in the same relation. അടുത്ത പോയിന്റ്, only foreign keys should be used to refer to other entities.
തേർഡ് വൺ, എൻറ്റിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ട്സ് ഷുഡ് ബി കെപ്റ്റ് അപ്പാർട്ട് ആസ് മച്ച് ആസ് പോസിബിൾ. അതായത് നമ്മൾ എംപ്ലോയി റിലേഷൻ എടുത്താൽ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് മാത്രം കീപ്പ് ചെയ്യുക. ആ എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ അതിന്റെ ഒരു ഡി നമ്പർ, ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്നുള്ള ഒരു ഫോറിൻ കീ മാത്രം എംപ്ലോയി ടേബിളിൽ കീപ്പ് ചെയ്യുക. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്നുള്ള ഫോറിൻ കീ യൂസ് ചെയ്തിട്ട് ഓരോ എംപ്ലോയി വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ഈസിലി റിട്രീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ഡിസൈൻ ഗൈഡ് ലൈൻ 1. ഇനി സെക്കൻഡ് ഡിസൈൻ ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ റിഡൻഡന്റ് ഇൻഫർമേഷൻസ് റിമൂവ് ചെയ്യുക. അതായത് എത്രത്തോളം നമുക്ക് റിഡൻഡൻസി കുറയ്ക്കാൻ പറ്റുമോ അത്രയും നമ്മൾ റിഡൻഡൻസി മിനിമൈസ് ചെയ്യുക. അതെങ്ങാനും, അതായത് റിഡൻഡന്റ് ഇൻഫർമേഷൻസ് വന്നാൽ നമുക്ക് എന്ത് വരും, അനോമലീസ് വരും. ഓക്കെ, ഇപ്പൊ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന്റെ മീനിങ് എന്താ, സെയിം പീസ് ഓഫ് ഡാറ്റ ഒന്നിൽ കൂടുതൽ പ്ലേസസിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ് റിഡൻഡൻസി. ഡാറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, സെയിം പീസ് ഓഫ് ഡാറ്റ കുറെ സ്ഥലത്ത് അവൈലബിൾ ആണ് ഡാറ്റ റിഡൻഡൻസി. അപ്പൊ അങ്ങനെ റിഡൻഡൻസി വന്നാൽ വരാവുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഫസ്റ്റ് വൺ, സ്റ്റോറേജ് ഓഫ് വേസ്റ്റേജ് ഓഫ് സ്റ്റോറേജ്. വേസ്റ്റേജ് ഓഫ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു എക്സാമ്പിൾ വരുമ്പോൾ കാണിച്ചിട്ടാം. സെക്കൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അനോമലീസ്. ഇപ്പൊ എന്തൊക്കെ അനോമലീസ് വരും, ഇൻസർഷൻ അനോമലി, ഡിലീഷൻ അനോമലി, മോഡിഫിക്കേഷൻ അനോമലീസ്. അതായത് ഡാറ്റ റിഡൻഡൻസി വന്നാൽ വരാവുന്ന 4 പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് സ്റ്റോറേജ് വേസ്റ്റേജ് വരും. സെക്കൻഡ് വൺ അനോമലീസ്. അനോമലീസിൽ വരുന്നതാണ് ഇൻസർഷൻ, ഡിലീഷൻ ആൻഡ് മോഡിഫിക്കേഷൻ അനോമലീസ്. അപ്പൊ അതെങ്ങനെയാണ് ഡിസൈൻ ഗൈഡ്ലൈൻ 1ന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇൻസേർഷൻ അനോമലി എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ പറയണത്. അപ്പൊ ഇതിനകത്ത് നോക്കാം, ഇൻസേർഷൻ അനോമലി വരാവുന്ന ഒരു കേസ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തേക്കും. അതായത് എംപ്ലോയി ഡീറ്റെയിൽസും ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസും കൂടി ഗ്രൂപ്പ് ചെയ്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളൊരു റിലേഷൻ സ്കീമയാണ് നമ്മൾ ഡിസൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളൊരു റിലേഷൻ സ്കീമയാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് എംപ്ലോയി ഡീറ്റെയിൽസും ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസും കൂടി ഗ്രൂപ്പ് ചെയ്തേക്കും. അപ്പൊ ഇതൊരു ഗുഡ് ഡാറ്റാബേസ് ഡിസൈൻ ആണോ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഒരു സ്കീമാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. ഫസ്റ്റ് ഇൻസേർഷൻ അനോമലി നമുക്ക് നോക്കും. ഇൻസേർഷൻ അനോമലി നോക്കുമ്പോൾ ഇൻസേർഷൻ അനോമലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വരാവുന്ന ഒരു അനോമലിയാണ്, ഒരു പ്രോബ്ലം. അപ്പൊ ഇതിനകത്ത് നോക്കാം, നമുക്കൊരു പുതിയ എംപ്ലോയിനെ ആഡ് ചെയ്യണം. അപ്പൊ പുതിയ എംപ്ലോയിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ആ കമ്പനിയിലേക്ക് പുതിയൊരു എംപ്ലോയി വന്നിട്ടുണ്ട്. പക്ഷെ ആ എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒറ്റ ഡിപ്പാർട്ട്മെന്റിലേക്കും ആ എംപ്ലോയിനെ അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ, ആ കറസ്പോണ്ടിങ് എംപ്ലോയിയുടെ നെയിം കൊടുക്കാം. അയാൾക്ക് ഒരു SSN ഉണ്ട്, അയാൾക്ക് ബർത്ത് ഡേറ്റ് ഉണ്ട്, അയാൾക്ക് അഡ്രസ് ഉണ്ട്. അയാൾ നിലവിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കും റിക്രൂട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡി നമ്പർ, ഡി നെയിം, ഡി മാനേജർ ഒക്കെ എന്തായിരിക്കും, നല്ലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പൊ അവിടെ പ്രശ്നമില്ല. ഓക്കെ, അതായത് എംപ്ലോയിനെ കമ്പനിയില് ഒരു പുതിയ എംപ്ലോയി ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്ത എംപ്ലോയി പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസൈൻ പോസ്റ്റിംഗ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡാറ്റാബേസിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന ഡാറ്റാബേസിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വന്നില്ല. കാരണം എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇൻസേർട്ട് ചെയ്യാം. ഡി നമ്പറിന്റെ അവിടെയെല്ലാം എന്താണ് നമുക്ക് നൾ വാല്യൂ പ്ലേസ് ചെയ്യാം. അയാൾ കറന്റ്ലി ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കും അസൈൻ ചെയ്തിട്ടില്ല എന്നുള്ള മീനിങ്ങിൽ. അതല്ല, നമ്മളിപ്പോ എന്താണ്, ആ ഒരു കമ്പനിയിൽ പുതിയ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ജനറേറ്റ് ചെയ്തു. പക്ഷെ ആ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസ് ഒന്നും നിലവിൽ റിക്രൂട്ട് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് ഇൻസേർഷൻ അനോമലി വരും. അതെങ്ങനെയാന്ന് വെച്ചാൽ, പുതിയൊരു ഡിപ്പാർട്ട്മെന്റ്, അത് കമ്പനിയിൽ പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് നമ്പർ 10 വന്നു. ആ ഡിപ്പാർട്ട്മെന്റ് നമ്പർ 10 എംപ്ലോയീസ് ഒന്നും എന്താണ് എംപ്ലോയീസിനെ അസൈൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് സംഭവിക്കും, എംപ്ലോയി നെയിം നള്ളാക്കി കൊടുക്കണം, SSN നള്ളാക്കി കൊടുക്കണം, ബർത്ത് ഡേറ്റ് അഡ്രസ് നള്ളാക്കി കൊടുക്കണം, അഡ്രസ് നള്ളാക്കി കൊടുക്കണം, ഡി നമ്പർ 10, ഡി നെയിം എന്താന്ന് വെച്ചാൽ കൊടുക്കണം, അവിടുത്തെ മാനേജർ ആരാന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആ കേസിൽ നമുക്ക് എന്താണ്, ഈ എംപ്ലോയി ഡീറ്റെയിൽസ് SSN നൾ വാല്യൂ പോസിബിൾ ആക്കാൻ പറ്റൂല. കാരണം എന്താണ്, SSN ഇസ് ദ പ്രൈം ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ പ്രൈമറി കീ ആണ്. ഈ ഒരു ടേബിളിലെ പ്രൈമറി കീ ആരാണ്, SSN ആണ്. അപ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ട്, എംപ്ലോയി ഡീറ്റെയിൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടബിളിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം എംപ്ലോയി ഇല്ല എന്നുണ്ടെങ്കിൽ SSN വാല്യൂ എന്താണ്, വാല്യൂ ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് SSN എന്ന് പറയുന്ന സംഭവം എന്താണ്, പ്രൈം ആട്രിബ്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും നൾ വാല്യൂ പ്ലേസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസാണ് ഇൻസേർഷൻ അനോമലി. അപ്പൊ നമ്മൾ ഈ എംപ്ലോയി ഡീറ്റെയിൽസും ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസും കൂടി ഗ്രൂപ്പ് ചെയ്ത് ഒരൊറ്റ സ്കീമയായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ
ഇതുപോലത്തെ ഇൻസേർഷൻ അനോമലി വരും. ഓക്കെ, നമുക്ക് ചില സ്ഥലത്ത് പ്രൈം ആട്രിബ്യൂട്ടിന്റെ അവിടെ നൾ വാല്യൂ പ്ലേസ് ചെയ്യേണ്ട ഒരു കേസ് വരും. അപ്പൊ അത് നമുക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാതെ വരും. അതാണ് ഫസ്റ്റ് അനോമലി. അതിനാണ് നമ്മൾ ഇൻസേർഷൻ അനോമലി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഡിലീഷൻ അനോമലിയാണ്. ഡിലീഷൻ അനോമലിയുടെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് തന്നെ ഡിലീഷൻ അനോമലി സെയിം സ്കീമ തന്നെയാണ്. ഇതിനകത്ത് നോക്കാം. ഡിലീഷൻ അനോമലി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു കമ്പനിയിൽ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്പർ 10 ഒരു എംപ്ലോയി ആണ് വർക്ക് ചെയ്യണുള്ളൂ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് നമ്പർ 10 ഒരു എംപ്ലോയി ആണ് കറന്റ്ലി ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണുള്ളൂ. അപ്പൊ നിലവിൽ ആ എംപ്ലോയിയും കൂടി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവാന്ന് വിചാരിക്കുക. കമ്പനിയിൽ നിന്ന് പോവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ടപ്പിള് ആ ഡാറ്റാബേസിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ ആ ടപ്പിള് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ എന്ത് സംഭവിക്കും? ആ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. കാരണം ആ എംപ്ലോയി വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റില് ആകെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എംപ്ലോയി അവനായിരുന്നു. ഒരു പെർട്ടിക്കുലർ എംപ്ലോയി ആയിരുന്നു. അപ്പൊ അവൻ ആ കമ്പനിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ടപ്പിളെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കൂടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഫർമേഷനോടെ കൂടിയാണ് ഡിലീറ്റ് ആയി പോണത്. അപ്പൊ അതെന്ത് വരും? നമുക്ക് ആവശ്യമുള്ള ഡേറ്റയാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? അത് ഡിലീറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കേസ് വരും. അതാണ് ഡിലീഷൻ അനോമലി. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് അനോമലി കഴിഞ്ഞു. തേർഡ് അനോമലി എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ അനോമലി. ഈ മോഡിഫിക്കേഷൻ അനോമലി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇതിനകത്ത് ഈ ഒരു ടേബിളിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5 ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5ന്റെ പേര് റിസർച്ച് എന്നാണ് ഇപ്പോൾ ഉള്ളത്. സപ്പോസ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5 ആ കമ്പനിയിൽ വേറൊരു പേരിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി എല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5ന്റെ പേര് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം, അപ്ഡേഷൻ നടത്തണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ടേബിൾ എന്താവുള്ളൂ? ഒരു കൺസിസ്റ്റന്റ് സ്റ്റേറ്റിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഒരൊറ്റ ടേബിളിൽ കൊടുത്താൽ അവിടെ മോഡിഫിക്കേഷൻ അനോമലീസും പോസിബിൾ ആവും. കാരണം ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5 കറന്റ്ലി റിസർച്ച് ആയിരുന്നു. അതിനെ നമ്മൾ വേറൊരു ടേബിളിലേക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള പുതിയൊരു പേരിലേക്ക് മാറ്റുമെന്ന് വിചാരിച്ചോ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5 ഏതൊക്കെ റോയിലുണ്ട്? ഫസ്റ്റ് റോയിലുണ്ട്, സെക്കൻഡ് റോയിലുണ്ട്, നാരായൺ എന്നുള്ള ആ ഒരു ടപ്പിളുണ്ട്, ഇംഗ്ലീഷ് ജോയ്സ് എന്ന് പറഞ്ഞ ആ ഒരു ടപ്പിളുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അത്രയും ടപ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേഷൻ നടത്തണം. അപ്പൊ എന്താണ്? അതൊരു അനോമലിയാണ്. കാരണം ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ എംപ്ലോയി ഡീറ്റെയിൽസ് വേറെ ടേബിളില്, ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ് വേറെ ടേബിളിലേക്ക് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അനോമലി വരില്ല. കാരണം ഇവിടെ എല്ലാം എന്താ ഒരു സിംഗിൾ റോയിലാണ് നമുക്ക് മോഡിഫിക്കേഷൻസിന്റെ ആവശ്യം വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ അനോമലീസ് ആണ് എന്താ? അപ്ഡേറ്റ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ അനോമലീസ്. ഓക്കെ, അപ്പം ഇത്രയും വരുന്നതാണ്, ഇത്രയും അനോമലീസ് വരും നമ്മൾ പ്രോപ്പർലി റിഡൻഡന്റ് ഇൻഫർമേഷൻസ് നമ്മൾ റിലേഷനിൽ വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ എന്തായാലും നോക്കിയേ, ഈ ഒരു റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ വേസ്റ്റേജ് ഓഫ് സ്റ്റോറേജ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവും. ഈ MP ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു ടേബിളിൽ വേസ്റ്റേജ് ഓഫ് സ്റ്റോറേജാ. കാരണം എന്താ? കുറെ ആൾക്കാർ സെയിം ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം പിന്നെയും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഫിസിക്കൽ സ്റ്റോറേജിൽ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ അവിടെ എന്താണ്? വേസ്റ്റേജ് ഓഫ് സ്റ്റോറേജും അവിടെ വരും. അപ്പൊ റിഡൻഡന്റ് ഇൻഫർമേഷൻസ് നമ്മൾ ഡിസൈൻ ചെയ്ത സ്കീമയിൽ വന്നാൽ വേസ്റ്റേജ് ഓഫ് സ്റ്റോറേജും വരും. അതുപോലെ തന്നെ 3 ടൈപ്പ് ഓഫ് അനോമലീസും ഒക്കർ ചെയ്യും. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ഇൻസേർഷൻ അനോമലി, സെക്കൻഡ് വൺ മോഡിഫിക്കേഷൻ അനോമലി, ആൻഡ് തേർഡ് വൺ ഡിലീഷൻ അനോമലി. അപ്പൊ ഈ 3 അനോമലീസും വിത്ത് എക്സാമ്പിൾ ആണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇൻസേർഷൻ അനോമലി എന്താണെന്ന് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. നൾ വാല്യൂ പ്രൈം ആട്രിബ്യൂട്ടിന് നമ്മൾ നൾ വാല്യൂ പ്ലേസ് ചെയ്യേണ്ട ഒരു കേസ് വരും. അതാണ് ഇൻസേർഷൻ അനോമലി. ഡിലീഷൻ അനോമലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ടേബിളിൽ ഡാറ്റാബേസ് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കണെങ്കിൽ ലാസ്റ്റ് എംപ്ലോയിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് ടേബിളിൽ നിന്ന് മിസ്സായി പോകും. അതാണ് ഡിലീഷൻ അനോമലി. പിന്നെ മോഡിഫിക്കേഷൻ അനോമലി എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്പറിന്റെ എന്തെങ്കിലും ഒരു സംഭവം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആ ടേബിളിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ ആ കറസ്പോണ്ടിങ് മോഡിഫിക്കേഷൻ നടത്തണം. അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഡേറ്റ ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ 3 അനോമലീസും ഇല്ലാത്ത തരത്തിലുള്ള ഡാറ്റാബേസ് ആയിരിക്കണം നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അതാണ് ഗൈഡ് ലൈൻ 2. ഡിസൈൻ എ സ്കീമ ദാറ്റ് ഡസ് നോട്ട് സഫർ ഫ്രം ദ ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് അപ്ഡേറ്റ് അനോമലീസ്. ഓക്കെ, അതാണ് ഡിസൈൻ ഗൈഡ് ലൈൻ 2.
ഇനി തേർഡ് അനോമലി എന്താണ്? നൾ വാല്യൂ മിനിമൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് നൾ വാല്യൂ നമ്മൾ പ്ലേസ് ചെയ്യേണ്ട റീസൺസ് എന്തൊക്കെയാണ്? നമുക്കൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, പക്ഷെ അതിന്റെ വാല്യൂ നോട്ട് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ഇൻവാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നൾ വാല്യൂ പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ അൺനോൺ ആണ്, ആ സമയത്ത് നമുക്ക് ആ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ നൾ വാല്യൂ പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ വാല്യൂ ഉണ്ട് പക്ഷെ നമുക്ക് അൺഅവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നൾ വാല്യൂ പ്ലേസ് ചെയ്യാം. അപ്പം നൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 0 എന്നുള്ള വാല്യൂ അല്ല, ഈ 3 കണ്ടീഷനിലാണ് നമ്മൾ നൾ വാല്യൂ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് ടേബിൾ എടുത്താല് സ്റ്റുഡന്റ് ടേബിളിൽ പാൻ കാർഡ് നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആധാർ കാർഡ് നമ്പർ, അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ, ലൈസൻസ് നമ്പർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും ലൈസൻസ് നമ്പർ ഉണ്ടാവണമെന്നില്ല. ചില സ്റ്റുഡന്റ് 60 പേരുള്ള ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ പിള്ളേർക്കും ലൈസൻസ് ഇല്ലല്ലോ, അപ്പൊ ലൈസൻസ് നമ്പർ ഉണ്ടാവില്ല. അപ്പൊ ബാക്കിയുള്ള സ്റ്റുഡൻസിന് എന്താ കൊടുക്കുക? നമ്മള് നൾ വാല്യൂ ആണ് പ്ലേസ് ചെയ്യണത്. അതുപോലെ തന്നെ വേറെ പല കേസിലും നമുക്ക് ഈ 3 കേസിലും നൾ വാല്യൂ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നൾ വാല്യൂ ഏറ്റവും മിനിമം രീതിയിൽ വരുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യുക. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ എംപ്ലോയി എന്നുള്ള ഡേറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിനകത്തൊരു ആട്രിബ്യൂട്ട് ഓഫീസ് നമ്പർ എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. സപ്പോസ് എംപ്ലോയി റിലേഷനിൽ എംപ്ലോയി ഡീറ്റെയിൽസിന്റെ കൂടെ ഓരോ എംപ്ലോയീസിന്റെയും ഓഫീസ് നമ്പറും കൂടെ കൂടി ആഡ് ചെയ്യാനുള്ള ഒരു ഡാറ്റാബേസ് നമ്മൾ ഡിസൈൻ ചെയ്തതെങ്കിൽ എല്ലാ എംപ്ലോയീസിനും ഓഫീസ് നമ്പർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചില എംപ്ലോയീസിന് മാത്രമായിരിക്കും എന്തുണ്ടാവുള്ളൂ? ഓഫീസ് നമ്പർ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ എംപ്ലോയീസിനും എന്ത് വരും? നൾ വാല്യൂ ആയിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അതായത് 100 എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസിനും കറസ്പോണ്ടിങ് ഓഫീസ് നമ്പർ ഉണ്ടാവണം. ആ ഒരു വാല്യൂ ഇല്ല എല്ലാവർക്കും, അതായത് ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ മാനേജേഴ്സിന് മാത്രമായിരിക്കും ഓഫീസ് നമ്പർ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള എംപ്ലോയീസിനൊന്നും ഓഫീസ് നമ്പർ ഇല്ല. അപ്പൊ ആ മാനേജർ പോസ്റ്റിലുള്ള എംപ്ലോയീസിന് മാത്രമായിരിക്കും ഓഫീസ് നമ്പർ എന്ന് പറഞ്ഞ കോളത്തിന് വാല്യൂസ് വരുള്ളൂ. ബാക്കിയെല്ലാം എന്താണ് നമ്മൾ വെക്കേണ്ടത്? നൾ വാല്യൂ പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നൾ വാല്യൂ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഈ SQL ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയി ഡീറ്റെയിൽസ് എല്ലാം ഒരു ടേബിളിലും ഓഫീസിന്റെ ഡീറ്റെയിൽസ് വയ്ക്കാൻ വേറൊരു ടേബിളും കൂടെ കൂടി നമുക്ക് ഡിസൈൻ ചെയ്യാം. അതായത് ഈ കാണിച്ചിരിക്കുന്ന പോലെ എംപ്ലോയിയുടെ SSനും ഏതൊക്കെ എംപ്ലോയീസിനാണോ ഓഫീസ് നമ്പർ ഉള്ളത് അവരുടെ ഡാറ്റ കീപ്പ് ചെയ്യാനുള്ള വേറൊരു ടേബിളും കൂടെ കൂടി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നൾ വാല്യൂ ആസ് മിനിമം ആസ് പോസിബിൾ നമുക്ക് ഡാറ്റാബേസിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് തേർഡ് ഡിസൈൻ ഗൈഡ് ലൈൻ. ഡിസൈൻ ഗൈഡ് ലൈൻ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? Relations should be designed such that their tuples will have as few null values as possible. ഏറ്റവും കുറവ് നൾ വാല്യൂസ് വരുന്ന ആട്രിബ്യൂട്ട്സ് എല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു റിലേഷൻ ഡിസൈൻ ചെയ്യുക. നൾ വാല്യൂസ് കൂടുതൽ വരുന്ന ആട്രിബ്യൂട്ടിനെ സെപ്പറേറ്റ് റിലേഷൻസ് ആയിട്ട്, പ്രൈമറി കീയോട് കൂടി സെപ്പറേറ്റ് റിലേഷൻസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. അതാണ് തേർഡ് ഡിസൈൻ ഗൈഡ് ലൈൻ. നാലാമത്തെ ഡിസൈൻ ഗൈഡ് ലൈൻ ജനറേഷൻ ഓഫ് സ്പ്യൂരിയസ് ടപ്പിൾസ് അവോയ്ഡ് അറ്റ് എനി കോസ്റ്റ്. സ്പ്യൂരിയസ് ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സ്പ്യൂരിയസ് ടപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സപ്പോസ് നമുക്കിപ്പോ 2 റിലേഷൻസ് ഉണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള റിലേഷൻ ആണ് ഈ R(A)B(C). ഓക്കെ, R(A)B(C) എന്നുള്ള റിലേഷൻ ഉണ്ട്. അതൊരു ഡിസൈനിങ് ആണ്. ABC എന്ന് പറഞ്ഞ 3 ആട്രിബ്യൂട്ട്സും അതിന്റെ വാല്യൂ കൂടെ കൂടി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെയിം റിലേഷൻ 2 റിലേഷനായിട്ട് ഡിക്കമ്പോസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തേക്കണെങ്കിൽ, അതായത് R1 A എന്നുള്ള ആട്രിബ്യൂട്ടും R2 BC എന്നുള്ള ആട്രിബ്യൂട്ടും ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ R1 A1 A2 എന്നുള്ള ടപ്പിൾസും ഉണ്ട്, R2 Bയും Cയും, B1 C1 B2 C2 എന്നുള്ള റിലേഷനുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള ഡിസൈൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഈ R1 ക്രോസ് R2, നമുക്ക് R1 R2 കമ്പൈൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ക്രോസ് ജോയിൻ ഓപ്പറേഷൻ ചെയ്യണം. R1 ക്രോസ് R1 ജോയിൻ R2 ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പം R1ഉം R2 കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? A1 B1 C1 കിട്ടും, A2 B1 C1 കിട്ടും, A1 B2 C2, A2 B2 C2. ഇത്രയും ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ അത് നോക്കി അറിയാൻ പറ്റും, അതിനകത്ത് ലാസ്റ്റ് റോ A2 B2 C2 എന്ന് പറയുന്നത് എന്താണ്?
ആക്ച്വലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല. അതായത് റിലേഷൻ ഓഫ് ആർ ഓഫ് എ ബി സിയിലാകെ 3 ടപ്പിൾസ് ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഈ രണ്ട് R1 R2 ആയിട്ട് ഡിസൈൻ ചെയ്തത്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ R1ഉം R2ഉം ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു അൺവാണ്ടഡ് ടപ്പിൾ ജനറേറ്റ് ചെയ്തേക്കും. അതിനാണ് നമ്മൾ സ്പ്യൂരിയസ് ടപ്പിൾ എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റത്തെ ടപ്പിൾ A2 B2 C2 എന്ന് പറയുന്നത് സ്പ്യൂരിയസ് ടപ്പിളാണ്. നമുക്ക് ഒറിജിനൽ ഇൻഫർമേഷൻസിൽ ഉള്ള ടപ്പിൾ അല്ല. പക്ഷെ അതെന്താണ്, നമ്മൾ ജോയിൻ ചെയ്തപ്പം ജനറേറ്റ് ചെയ്ത ടപ്പിളാണ്. അപ്പം ആ ഒരു ടപ്പിൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആവശ്യമില്ലാത്ത ഡേറ്റയാണ് നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ആയിരിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ പ്രൈം ആട്രിബ്യൂട്ട് വെച്ച് ജോയിൻ ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ജോയിൻ ഓപ്പറേഷൻ. അതായത് രണ്ട് റിലേഷൻസ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ എപ്പോഴും പ്രൈമറി കീ വെച്ചിട്ട് ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ എന്തുവരും, ഇതുപോലത്തെ സ്പ്യൂരിയസ് ടപ്പിൾ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഓരോ റിലേഷനിലും സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫോറിൻ കീ പ്രൈമറി കീ എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് അതിനെ ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, ഇതുപോലത്തെ സ്പ്യൂരിയസ് ടപ്പിൾ, ഈ എക്സ്ട്രാനിയസ് ടപ്പിളിനെയാണ് നമ്മൾ സ്പ്യൂരിയസ് ടപ്പിൾ എന്ന് പറയുന്നത്. സ്പ്യൂരിയസ് ടപ്പിൾ അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പൊ അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതാണ് ഡിസൈൻ ഗൈഡ് ലൈൻ 3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, design guideline is that relation schema should be designed so that they can be joined with equality conditions on attributes that are either primary key or foreign key in such a way that no spurious tuples are generated. അപ്പൊ നമ്മളെ എംപ്ലോയി ടേബിൾ, ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് റിലേഷൻസ് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പൊ അത് എപ്പോഴും ജോയിൻ ചെയ്യുമ്പം പ്രൈമറി കീ അല്ലെങ്കിൽ ഫോറിൻ കീ ആട്രിബ്യൂട്ട് വെച്ചിട്ട് മാത്രം ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതുപോലത്തെ എക്സ്ട്രാനിയസ് ടപ്പിൾ അല്ലെങ്കിൽ സ്പ്യൂരിയസ് ടപ്പിൾ ജനറേറ്റ് ചെയ്യും. അത് സ്പ്യൂരിയസ് ടപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഡേറ്റ അല്ല, അതൊരു മീനിങ്ലെസ് ഡേറ്റയാണ്. അപ്പൊ അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. അപ്പൊ അതാണ് 4ാമത്തെ ഡിസൈൻ ലൈൻ. ഓക്കെ, ഡിസൈൻ ഗൈഡ് ലൈൻസ് സോ ദാറ്റ് ദേ ക്യാൻ ബി ജോയിൻഡ് വിത്ത് ഇക്വാലിറ്റി. ഇപ്പൊ പറഞ്ഞ കാര്യം, പ്രൈമറി കീ ഫോറിൻ കീ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് റിലേഷൻസിനെ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ സ്പ്യൂരിയസ് ടപ്പിൾസ് ജനറേറ്റ് ചെയ്യും. ഇത്രയാണ് നമ്മുടെ ഡിസൈൻ ഗൈഡ് ലൈൻസ്. അപ്പൊ നമുക്ക് 3rd മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ശരിക്കും പറഞ്ഞ ഒരു ഡാറ്റാബേസ് ഡിസൈനിങ്ങും അതിന്റെ നോർമലൈസേഷനും ആണ്. അപ്പൊ എന്തിനാണ് ഈ നോർമലൈസേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാം, അതിന്റെ 4 ഡിസൈൻ ഗൈഡ് ലൈൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.